പല ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മളുടെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ബ്രോക്കൺ ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളെയും നിങ്ങൾക്ക് വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് മക്കളെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനൊന്നുമില്ല. എന്താണ് അലിഗേഷൻ എന്ന് ചോദിച്ചാൽ മിക്സ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അലിഗേഷൻ. അതായത് എന്തെങ്കിലും രണ്ട് സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു, ആ രീതിയിൽ വരുന്ന ചോദ്യങ്ങളെ വളരെ എളുപ്പം അനായാസം കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എളുപ്പ വഴിയാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. സോ ഈ അലിഗേഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ് ഉപയോഗിച്ച് വളരെ വലിയ കാൽക്കുലേഷനുകൾ ചെയ്ത് ഒരുപാട് സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുന്ന പല ചോദ്യങ്ങളും രണ്ട് വര ഇങ്ങനെ വരച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയാണ് അലിഗേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ അലിഗേഷൻ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ സമയം കളയാൻ നമുക്കില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. മക്കളെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എടാ എൻ്റെ കയ്യിൽ രണ്ട് തരത്തിലുള്ള അരി ഉണ്ടെന്ന് വിചാരിക്കും. ഞാനൊരു അരിക്കച്ചവടക്കാരനാണ്, നമ്മുടെ പ്രാഞ്ചിയേട്ടനെയൊക്കെ പോലെ. എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് അരിയുണ്ട്. ആദ്യത്തെ അരി, രണ്ടിനും പല പേരുകളൊക്കെ ഉണ്ടല്ലോ അരിക്ക്, ജയ, അമ്മിണി, പൊന്നമ്മ, വത്സല എന്നൊക്കെ പറയുന്നത് പോലെ ഏതായാലും രണ്ട് തരം അരികളാണ്. കണ്ടാൽ രണ്ടും ഒരേപോലെ ഇരിക്കും, പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യത്തേതിൻ്റെ വില 10 രൂപ 1 കിലോയ്ക്ക്, അടുത്തതിൻ്റെ വില 25 രൂപ. അപ്പോൾ ഇത് ഇച്ചിരി കൂടിയ ക്വാളിറ്റിയാണ്. ഓക്കെ, ഈ കണ്ടാൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ എടുത്ത് മിക്സ് ചെയ്തു. 10 രൂപ വിലയുള്ള അരിയും 25 രൂപ വിലയുള്ള അരി, അതായത് 1 കിലോയ്ക്ക് 10 രൂപ വിലയുള്ള അരിയും 1 കിലോയ്ക്ക് 25 രൂപ വിലയുള്ള അരിയും കണ്ടാൽ ഒരേ വലിപ്പം ഒരേ നിറം. അതുകൊണ്ട് കസ്റ്റമറിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഇന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി, ഇന്നതാണ് സെക്കൻഡ് ക്വാളിറ്റി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി എടുത്ത് മിക്സ് ചെയ്തു. 2 ചാക്കിലിരുന്ന സാധനം വലിയൊരു ചാക്കിൽ, മൂന്നാമത്തെ ഒരു ചാക്കിലേക്ക് ഞാൻ ഇട്ടുവെച്ചു. അപ്പോൾ ഈ ഇട്ട് വെക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ചെലവിൽ വ്യത്യാസം വരത്തില്ലേ? അതായത് ഈ 10 രൂപ എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ടൈപ്പ് അരി വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. സോ ഇതെൻ്റെ കോസ്റ്റ് പ്രൈസാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, എടാ ഈ 10 രൂപ എന്ന് പറയുന്നത് ആദ്യത്തെ ടൈപ്പ് അരി ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന, എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന വിൽക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസാണ്. വിൽക്കാൻ വേണ്ടി മേടിക്കുന്നതിനാണല്ലോ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതും 25 രൂപയ്ക്ക് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത് എൻ്റെ കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ മൂന്നാമത്തെ ചാക്കിൽ ഇപ്പോൾ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സാണ് അല്ലേ? ഫസ്റ്റും സെക്കൻഡും കൂടെ മിക്സ് ചെയ്ത് മൂന്നാമത്തെ ചാക്കിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? അതിനും ചിലവുണ്ടല്ലോ. ഇത് രണ്ടുമാണല്ലോ അതിനകത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തേത് ഉണ്ടാക്കുന്നതിനും എനിക്ക് ചിലവുണ്ട്. കാരണം ഇത് രണ്ടും വാങ്ങിച്ചെങ്കിലല്ലേ മൂന്നാമത്തേത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചിലവ് എന്തായിരിക്കും? അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? എടാ അത് എന്തായാലും 10നേക്കാൾ കൂടുതലായിരിക്കും. കാരണം മൂന്നാമത്തെ മിക്സർ ഉണ്ടാക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ ചേർത്തിട്ടാണല്ലോ. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുമ്പോൾ 10 രൂപ വിലയുള്ള സാധനത്തിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് 25 രൂപ വിലയുള്ള സാധനമാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായാലും 10നേക്കാൾ കൂടുതലായിരിക്കും. 25നേക്കാൾ കൂടുവോ? ഇല്ല. 25 രൂപ വിലയുള്ള അരിയുടെ കൂടെ ഞാൻ എടുത്ത് മിക്സ് ചെയ്യുന്നത് 10 രൂപ വിലയുള്ള അരിയാണ്. അപ്പോൾ 25നേക്കാളും കൂടത്തില്ല. അപ്പോൾ 10നേക്കാളും കൂടുതലായിരിക്കും, എന്നാൽ 25നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ 10നും 25നും ഇടയ്ക്കുള്ള ഒരു പൈസ ആയിരിക്കും എനിക്ക് അവിടെ ആ പുതിയ മിക്സർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലവാകുന്നത്. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മീൻ പ്രൈസ്, ആവറേജ് എന്നുള്ള അർത്ഥത്തിൽ. ആവറേജ് എന്ന് പറയുമ്പോൾ കൃത്യം ആവറേജ് ആവണമെന്നൊന്നുമില്ല, അത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുവാണ്, എനിക്ക് ഈ പുതിയ മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് എനിക്ക് ഒരു 15 രൂപ ചിലവേ ആകാൻ പാടുള്ളൂ. ഞാനങ്ങ് തീരുമാനിക്കുക, എനിക്ക് പുതിയ മിക്സർ ഉണ്ടാക്കാൻ 15 രൂപയെ ആകാൻ പാടുള്ളൂ. എടാ അങ്ങനെ 15 രൂപയ്ക്ക് പുതിയ മിക്സ്ചർ ഞാൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ, 1 കിലോയ്ക്ക് 15 രൂപയ്ക്ക് പുതിയ മിക്സ്ചർ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇത് തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് ഒരു കണക്ക് വേണ്ടേ? ആദ്യത്തേതിന് ഇത്ര എടുക്കുമ്പോൾ രണ്ടാമത്തേതിന് ഇത്ര എടുക്കണം, ഒരു റേഷ്യോ വേണം. ഈ ആദ്യത്തെ ടൈപ്പ് മിക്സ്ചറും രണ്ടാമത്തെ ടൈപ്പ് മിക്സ്ചറും തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് ഒരു റേഷ്യോ വേണ്ടായോടാ? വേണം അല്ലേ? മിക്സിംഗ് റേഷ്യോ. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ മിക്സ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം അങ്ങ് എടുത്താൽ മതി. ഏത്? ഈ 10ഉം ഈ 15 തമ്മിലുള്ള വ്യത്യാസം എത്ര? 5. ഇനി ഈ 25ഉം ഈ 15ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര മക്കളെ? 10. എടാ അപ്പോൾ റേഷ്യോ എത്ര കിട്ടി? 2:1. അപ്പോൾ 2:1 എന്ന റേഷ്യോയിൽ ഞാൻ ഇതിനെ തമ്മിൽ മിക്സ് ചെയ്താൽ മതി. ഈ റേഷ്യോ ആണ് അലിഗേഷൻ റേഷ്യോ അല്ലെങ്കിൽ മിക്സിംഗ് റേഷ്യോ. ഇതാണ് അലിഗേഷൻ
റേഷ്യോ. അപ്പോൾ ഇതാണ് അലിഗേഷൻ എന്ന കോൺസെപ്റ്റ് നിങ്ങളോട് പറയുന്നത്. അലിഗേഷൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, എ മിക്സ്ചർ ഓഫ് ടു, രണ്ട് സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു, അവിടെയാണ് നമ്മൾ അലിഗേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അലിഗേഷൻ്റെ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മളൊരു ഫോർമാറ്റായിട്ട് പഠിക്കാൻ പോവാം. ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു ഫോർമാറ്റായിട്ട് പഠിക്കാം. ഇപ്പോൾ ഫോർമാറ്റായിട്ട് പഠിക്കുമ്പം നമുക്കൊരു ചീപ്പർ പ്രൈസ് ഉണ്ടായിരിക്കും, ഒരു ഹയർ പ്രൈസ് ഉണ്ടായിരിക്കും. ചീപ്പർ പ്രൈസ് അതായത് ഇതിൽ നോക്കുമ്പോൾ 10 ചീപ്പർ പ്രൈസ്, 25 ഹയർ പ്രൈസ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു മിക്സ്ചർ ഉണ്ടാക്കുന്ന പ്രൈസിനെ നമ്മൾ മീൻ പ്രൈസ് എന്ന് പറയും. മീൻ പ്രൈസ് അതായത് ആവറേജ്. ഇതിന് അത് ചീപ്പറിനേക്കാൾ വലുതും ഹയറിനേക്കാൾ ചെറുതുമായിരിക്കും. ഏത്? ഈ മീൻ പ്രൈസ് എന്ന് പറയുന്നത്. അതെത്ര? 15. എടാ ഇനി നമുക്ക് റേഷ്യോ വേണം. റേഷ്യോ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതേതാ? മീൻ പ്രൈസ് ആയിരിക്കും, കാരണം ചീപ്പറിനേക്കാൾ വലുതാണല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? M-C, ചീപ്പർ എന്നുള്ളതിൻ്റെ C. ശരിയല്ലേ? കാരണം വലുത് M ആയിരിക്കും, ചീപ്പറിനേക്കാളും വലുതായിരിക്കും മീൻ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? H-M. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു എന്നങ്ങ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് ഓർത്താലും മതി. മൈനസും പ്ലസും ഒന്നും ഇല്ല, അവിടെ റേഷ്യോ ആണ്, അവിടെ മൈനസോ പ്ലസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് അലിഗേഷൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായൊരു ചിത്രം കിട്ടണമെന്നില്ല. ചോദ്യങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് മക്കളെ അലിഗേഷൻ്റെ ഫോർമാറ്റ്. ഇനി ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അലിഗേഷൻ്റെ ആണിക്കല്ല്, അതിൻ്റെ ക്രക്സ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. എടാ ഇങ്ങോട്ട് നോക്ക്. എടാ ഈ 3 സ്ഥലങ്ങളുണ്ടല്ലോ, ഈ 3 സ്ഥലങ്ങൾ ചീപ്പർ പ്രൈസ്, ഹയർ പ്രൈസ്, മീൻ പ്രൈസ്. ഇവിടെ 3ഇടത്തും ശ്രദ്ധിച്ച് കേൾക്കണേ, ചീപ്പർ പ്രൈസ്, ഹയർ പ്രൈസ്, മീൻ പ്രൈസ്. ഈ 3ഇടത്തും വരുന്നത് അല്ലെങ്കിൽ വരേണ്ടത് സെയിം യൂണിറ്റ് ആയിരിക്കണം. അതായത് ഇവിടെ ഞാനിപ്പോൾ കോസ്റ്റ് പ്രൈസിനെ കുറിച്ച് പറഞ്ഞു. 10 രൂപ ഒരു ടൈപ്പ് അരിയുടെ കോസ്റ്റ് പ്രൈസ് ആണ്, 25 രൂപ വേറൊരു ടൈപ്പ് അരിയുടെ കോസ്റ്റ് പ്രൈസ് ആണ്, 15 രൂപയോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുതിയ അരി ഉണ്ടാക്കിയെടുക്കാൻ, പുതിയ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ചിലവാകുന്ന തുക. സോ അതും കോസ്റ്റ് പ്രൈസ് ആണ്, അല്ലാതെ സെല്ലിംഗ് പ്രൈസ് അല്ല. അപ്പോൾ ഈ 3ഉം സെയിം യൂണിറ്റുകളാണെങ്കിൽ മാത്രമേ അലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സെയിം യൂണിറ്റുകൾ തമ്മിലേ അലിഗേഷൻ നടക്കൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇവിടെയും കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം, ഇവിടെയും കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. ചീപ്പർ വാല്യൂ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഹയർ വാല്യൂവും മീൻ വാല്യൂവും കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. അപ്പോൾ എല്ലാം ഈ അലിഗേഷൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മാത്രം നിൽക്കുന്നതാണോ? അല്ല. ഞാൻ പറഞ്ഞു, അലിഗേഷൻ കൂട്ടാൻ പഠിക്കുന്നതും കുറയ്ക്കാൻ പഠിക്കുന്നതും ഗുണിക്കാൻ പഠിക്കുന്നതും ഹരിക്കാൻ പഠിക്കുന്നതും പോലെ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ്. കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അലിഗേഷൻ ഒരു ടോപ്പിക് അല്ല, ഇറ്റ്സ് എ മെത്തേഡ്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ. അപ്പോൾ അതുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. ടോപ്പിക് എന്ന് ഞാൻ പറയുന്നില്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉപയോഗിക്കാം, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കാം, ടൈം ആൻഡ് വർക്കിൽ ഉപയോഗിക്കാം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, എവിടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, എവിടെ വേണമെങ്കിലും. ആ ചോദ്യത്തിന് ഏത് സ്വഭാവം ഉണ്ടായിരിക്കണം? ഒരു അലിഗേഷൻ നേച്ചറുള്ള ചോദ്യമായിരിക്കണം. അതായത് 2 സാധനങ്ങൾ കൂടിച്ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു എന്ന രീതിയിൽ പറയുന്ന ചോദ്യമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അലിഗേഷൻ കോൺസെപ്റ്റ് ഉപയോഗിച്ച് അത് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സെയിം യൂണിറ്റുകൾ തമ്മിൽ അലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ചീപ്പർ പ്രൈസും ഹയർ പ്രൈസും മീൻ പ്രൈസും സെയിം യൂണിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എല്ലാം കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഇഞ്ച് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം സെൻറ്റിമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം പെർസെൻറ്റേജ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും മാർക്ക് ആയിരിക്കണം. ക്വസ്റ്റ്യനിൽ എന്തിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് 3ഉം സെയിം യൂണിറ്റ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. 3ഉം ഒരേ കാര്യത്തെക്കുറിച്ച് വേണം നിങ്ങൾ പറയാനായിട്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇത്രയും പറഞ്ഞതുകൊണ്ട്, ഇത് മാത്രം കണ്ടുകൊണ്ട് പോയതുകൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ അലിഗേഷൻ്റെ പവർ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. In what ratio 2 types of wheat at rupees 445 per quintal and rupees 670 per quintal
be mixed so as to produce a mixture worth rupees 620 per quintal. എടാ ഇങ്ങോട്ട് നോക്ക്, രണ്ട് ടൈപ്പ് അരിയുണ്ട്. ആദ്യത്തേത്, രണ്ടാമത് അരിയല്ല ഗോതമ്പ്, എന്ത് കുന്തലും ആയിക്കോട്ടെ. ആദ്യത്തേൻ്റെ വില എത്രടാ? 445. രണ്ടാമത്തേൻ്റെ വില എത്ര? 670. ഇത് രണ്ടും വിൽക്കുന്നു എന്നല്ല പറഞ്ഞേക്കുന്നേ. വർത്ത് റുപ്പീസ് എന്നതിന് വാട്ട് റേഷ്യോ 2 types of wheat at rupees 445 per quintal. 445 രൂപ വിലയുള്ളതെന്ന് പറയുമ്പം ഇത് ആദ്യത്തേതിൻ്റെ കോസ്റ്റ് പ്രൈസ്, 670 രണ്ടാമത്തേതിൻ്റെ കോസ്റ്റ് പ്രൈസ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു മിക്സ്ചർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ പുതിയ മിക്സ്ചർ ഉണ്ടാക്കുന്നത്? 620 രൂപ വിലയുള്ള പുതിയ മിക്സ്ചർ ഉണ്ടാക്കുന്നു. വർത്ത് റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെല്ലിംഗ് ദ മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും കോസ്റ്റ് പ്രൈസ് ആണ്, സെയിം യൂണിറ്റുകളാണ്, നമുക്ക് അലിഗേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 445ഉം 620ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ഇവിടെ എഴുതണം. 445ഉം 620ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ഇവിടെ എഴുതണം. എത്ര കിട്ടും? 175. എടാ ഇവിടെ എത്ര കിട്ടും? 670ഉം 620ഉം തമ്മിലുള്ള വ്യത്യാസം 50. സോ 50:175. എല്ലാത്തിനെയും നമുക്ക് 25 കൊണ്ട് ഹരിക്കാം. അപ്പം 25 ഇവിടെ എത്ര പ്രാവശ്യം കിട്ടും? 2 പ്രാവശ്യം. 100ൽ 2, 100ൽ 50ൽ 2, 100ൽ 4 പ്രാവശ്യം, 75 3 പ്രാവശ്യം, 4 3 7. സോ 2:7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2:7. സോ സെയിം യൂണിറ്റുകളാണ്, ധൈര്യമായിട്ട് അലിഗേറ്റ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്തിലില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50:175 എന്നുകൂടെ കോമൺ ഫാക്ടറായ 25 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2:7. ശരിയാണോ? യെസ്, 2:7. അപ്പോൾ ഇതാണ് അലിഗേഷൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യത്തിൽ ചെറിയ ഒരു പ്രത്യേകതയുണ്ട്, അത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. എന്താണ്? ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് 2 kinds of tea, 2 തരത്തിലുള്ള 2 ക്വാളിറ്റിയുള്ള ടീ പൗഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തേത്, രണ്ടാമത്തേത്. എടാ ശ്രദ്ധിച്ചിരിക്കണേ, ആദ്യത്തേതിൻ്റെ വില എത്ര? 7 രൂപ 50 പൈസ. ഓക്കെ, 7 രൂപ 50 പൈസ. രണ്ടാമത്തേൻ്റെ വില എത്ര? 12 രൂപ. അപ്പം ഇതിനകത്തിൽ അവരൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് 2 kinds of tea വർത്ത് rupees 7.5. അപ്പം ഈ 7.5 എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്, സെല്ലിംഗ് ദ മിക്സ്ചർ എന്നല്ല പറഞ്ഞേക്കുന്നത്. 7 രൂപ വിലയുള്ള ചായപ്പൊടിയും 12 രൂപ വിലയുള്ള ചായപ്പൊടിയും, അപ്പോൾ രണ്ടും കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പം മീൻ പ്രൈസ് നമുക്ക് എന്തായിട്ട് വേണം? കോസ്റ്റ് പ്രൈസ് ആയിട്ട് വേണം. പക്ഷെ അവരതല്ല പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ് ബൈ സെല്ലിംഗ് ദ മിക്സ്ചർ, വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സെല്ലിംഗ് ദ മിക്സ്ചർ ആണ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് 12 രൂപ 50 പൈസ. നമുക്കിവിടെ എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. 2 കാരണങ്ങൾ കൊണ്ട് പറ്റത്തില്ല. ഒന്ന്, 7.5 വലുതും 12 ചെറുതുമായൊരു വാല്യൂ ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. 12.5 വന്നേക്കുന്നത്, ഇവിടെ എഴുതാൻ പറ്റത്തില്ല. തന്നെയുമല്ല, സെല്ലിംഗ് പ്രൈസ് ആണ്. 7.5 കോസ്റ്റ് പ്രൈസ് ആണ്, 12 കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നടുക്ക് എഴുതുന്ന മീൻ പ്രൈസും കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചോദ്യം മുന്നോട്ട് ഇനി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. എടാ എങ്ങനെ കണ്ടുപിടിക്കും? 25% ലാഭം ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. പ്രോഫിറ്റ് എത്ര? 25%. മക്കളെ പ്രോഫിറ്റ് 25% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ 100% അസ്യൂം ചെയ്താൽ പ്രോഫിറ്റ് 25% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? എടാ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തുവാ? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ? അതെ. അപ്പോൾ എത്ര കിട്ടും? 125%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ശതമാനത്തിൽ നോക്കിയാൽ 125%, ശരിക്കും അത് എത്രയാണ്? 12.5 അപ്പോൾ 125% എന്ന് പറയുന്നതല്ലേ മക്കളെ 12.5? അതെ. എടാ 125% 12.5 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലയോ കണ്ടുപിടിക്കണ്ടേ? 125% 12.5 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% അല്ലയോടാ? അതെ. എത്ര 100%? 12.5 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 എത്ര കിട്ടും? 10 രൂപ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? കോസ്റ്റ് പ്രൈസ് 10 രൂപ എന്ന് കിട്ടി. ഇനി നമുക്ക് ആ കോസ്റ്റ് പ്രൈസ് ഇവിടോട്ട് എഴുതാം. ഇനിയും പഴയതുപോലെ എന്താണ്? ഇപ്പോൾ എല്ലാം സെയിം യൂണിറ്റായി. ഇനിയും 7.5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 2.5. ഇവിടെ 12ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 2. 2:2.5. സോ റേഷ്യോ കിട്ടി 2:2.5. പക്ഷേ റേഷ്യോ നമ്മൾ ഒരിക്കലും പോയിന്റ് വെച്ച് പറയത്തില്ലല്ലോ. അത് നമ്മൾ റേഷ്യോയിലെ ക്ലാസ്സിൽ പറഞ്ഞതാ. ഡെസിമൽ വെച്ച് പറയത്തില്ല. ഡെസിമൽ മാറ്റാൻ എന്ത് ചെയ്യണം?
2.5 എന്ന് പറയുന്ന ഡെസിമൽ മാറ്റാൻ അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര എഴുതും ഇവിടെ? 5. 2.5 2 കൊണ്ട് ഗുണിച്ചാൽ 2നെയും 2 കൊണ്ട് ഗുണിക്കുക എത്ര എഴുതാം? 4. സോ ആൻസർ എത്ര മക്കളെ? 4:5. ആൻസർ എത്രടാ? 4:5. ശരിയാണോ? യെസ്, 4:5. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ അലിഗേഷൻ പല തരത്തിൽ ചോദിക്കും. അലിഗേഷൻ്റെ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് എത്ര പാർട്ടായിട്ട് വേണമെങ്കിലും ക്ലാസ്സുകൾ എടുക്കാം. കാരണം ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള അലിഗേഷൻ ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നുള്ള അലിഗേഷൻ ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള അലിഗേഷനിലൂടെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. ഇനി ഇവിടെ മൂന്നാമത്തെ ചോദ്യം എന്താ? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് വീറ്റ് കോസ്റ്റിംഗ് ₹16 per kg must be mixed with 20 kg of rice. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് മക്കളെ? വീറ്റ് ഉണ്ട്, റൈസ് ഉണ്ട്. എടാ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് വീറ്റ്, അപ്പോൾ വീറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വീറ്റ് എത്ര കിലോ ഉണ്ട്? കോസ്റ്റിംഗ് ₹16 per kg. അപ്പോൾ വീറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 16. ഓക്കെ. മസ്റ്റ് ബി മിക്സഡ് വിത്ത് 20 kg ഓഫ് റൈസ്. അപ്പോൾ എനിക്കിവിടെ 20 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ കാരണം? 16 രൂപ ഇവിടെ കോസ്റ്റ് പ്രൈസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെയും കോസ്റ്റ് പ്രൈസ് വേണ്ടായോ എഴുതാൻ? യെസ്. സോ മസ്റ്റ് ബി മിക്സഡ് വിത്ത് 20 kg ഓഫ് റൈസ്. അപ്പോൾ റൈസ് 20 kg ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ മുകളിലോട്ട് കയറ്റി ഒന്ന് എഴുതി അവിടെ ഒരു വട്ടം ഇട്ട് വെച്ചു. ആ റൈസ് 20 കിലോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി. 20 kg റൈസ് കോസ്റ്റിംഗ് 10.8. റൈസിൻ്റെ വില എത്ര? 10.8. അതും കോസ്റ്റ് പ്രൈസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ. വീറ്റിൻ്റെ പ്രൈസ് ചോദ്യത്തിൽ നിന്ന് എടുത്തെഴുതി, റൈസിൻ്റെ പ്രൈസ് ചോദ്യത്തിൽ നിന്ന് എടുത്തെഴുതി, റൈസ് 20 കിലോ ഉണ്ടെന്ന് സൈഡിലോട്ട് മാറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും ഞാനൊന്ന് എഴുതി വെച്ചു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു. ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? 20% ഗെയിൻ മേ ബി ഒബ്റ്റൈൻഡ് ബൈ സെല്ലിംഗ് ദ മിക്സർ അറ്റ് 14.40. അപ്പോൾ ആ 14.4 എടുത്ത് ഇവിടെ നടുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം സെല്ലിംഗ് പ്രൈസാ. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ സെല്ലിംഗ് പ്രൈസ് എത്രടാ? 14.4. എടാ എത്ര ശതമാനം ലാഭം? 20% ലാഭം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 20%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 120%. മക്കളെ ആ 120% അല്ലയോടാ ഈ 14.4 നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. എങ്ങനെ? ഞാൻ നേരെ അങ്ങ് എഴുതുവാണേ കോസ്റ്റ് പ്രൈസ്. എടാ 120% അല്ലയോ 14.4. അപ്പോൾ 1% കണ്ടുപിടിക്കാൻ 14.4 ഡിവൈഡഡ് ബൈ 120. 1% കിട്ടി. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% അല്ലയോ എടുത്തേക്കുന്നത്? ഇൻറ്റു 100. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 144 12 കൊണ്ട് ഹരിച്ചാൽ 12. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര എന്ന് കിട്ടിയടാ? 12 എന്ന് കിട്ടി. ആ 12നെ എടുത്ത് ഞാൻ ഇവിടേക്ക് കൊടുക്കുന്നു. യെസ്. ഇനി ഇത് തമ്മിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 4. ഇത് തമ്മിൽ ഞാൻ കുറയ്ക്കുന്നു. എത്ര കിട്ടുന്നു എനിക്ക്? 1.2. അപ്പോൾ ഈ 1.2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 12, 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 40. ഒന്നുകൂടി ഇവന്മാരെ 2നെ എനിക്ക് 4 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 3:10 എന്ന് എഴുതാം. സോ റേഷ്യോ കിട്ടി. എത്ര? 3:10. എടാ റേഷ്യോ അല്ല ഇവിടുത്തെ ചോദ്യം. മുമ്പത്തെ ഇതിലൊക്കെ നമ്മൾ റേഷ്യോ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ റേഷ്യോ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര കിലോ വീറ്റ് വേണം? ഇങ്ങോട്ട് നോക്കിക്കേ. എടാ ഈ റേഷ്യോൻ്റെ അർത്ഥം എന്തുവാ? ഈ 3:10 എന്ന് പറയുന്ന റേഷ്യോൻ്റെ അർത്ഥം എന്തുവാ? 3 കിലോ വീറ്റ് എടുത്താൽ 10 കിലോ റൈസ് എടുക്കണമെന്നാ. വീറ്റ് 3 എടുത്താൽ റൈസ് 10 എടുക്കണം. എടാ അങ്ങനെ 10 എന്ന് പറഞ്ഞപ്പോൾ അല്ലയോ 20 എടുത്തേക്കുന്നേ? 10 എന്ന് പറയുന്നതല്ലയോ 20? എടാ 10 20 ആണെങ്കിൽ 1 2 ആയിരിക്കത്തില്ലയോ? ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 എത്ര ആയിരിക്കും? 10ന്റെ ഇരട്ടി 20 എടുത്താൽ 3ന്റെ ഇരട്ടി 6 എടുക്കണം. സോ 6 kg നിങ്ങളുടെ ആൻസർ. അപ്പം 1 എന്ന് പറയുമ്പോൾ 2, 3 എന്ന് പറയുമ്പോൾ എത്രടാ? 6 കിലോ. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇതാണ് നിങ്ങളുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ അലിഗേഷൻ ഉപയോഗിച്ച് ഈ ചോദ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. വളരെ ടഫ് ക്വസ്റ്റ്യൻ അല്ല ഇത്. ഇതൊക്കെ വളരെ നിസ്സാര ചോദ്യങ്ങളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. മക്കളെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു ആൻസർ എത്ര കിട്ടി? 6 കിലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം. 300 gram of sugar solution has 40% sugar in it. How much sugar should be added to make it 50%? 300 gram ഉള്ള ഒരു സൊല്യൂഷനിൽ പഞ്ചസാരയുടെ അളവ് 40%.
എത്ര ഷുഗറും കൂടെ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്താൽ ഈ 40% 50% ആവും. നിങ്ങൾ വീട്ടിൽ ചായ ഉണ്ടാക്കി മധുരം കുറഞ്ഞു പോയി നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. പഞ്ചസാര പാത്രത്തിൽ നിന്ന് കുറച്ച് പഞ്ചസാര എടുത്തിടും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അതാണ് ആ പഞ്ചസാര ഇടുന്ന പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എടാ നോക്കിക്കോ, നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചറുണ്ട്. ആ മിക്സ്ചറിനകത്തിൽ ഇപ്പോൾ എത്ര ശതമാനം ഷുഗർ ഉണ്ട്? ഈ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ഗ്രാം ഉള്ള മിക്സ്ചറാണേ. യെസ്, എടാ അതിനകത്തിൽ ഇപ്പോൾ 40% ഷുഗർ ഉണ്ട്. ഓക്കെ, 300 ഗ്രാം മിക്സ്ചറിനകത്തിൽ 40% ഷുഗർ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തുകൂടെ കൂടി കലരണം? ഈ 40% ഷുഗറിൻ്റെ കൂടെ എന്തുകൂടെ കലർന്നാലേ 50% ആവത്തുള്ളൂ. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന പ്യോർ ഷുഗർ. അപ്പോൾ അത് തമ്മിലല്ലേ കൂടി കലരേണ്ടത്. അലിഗേഷൻ എന്താ പറയുന്നത്? 2 സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു. അതിൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഷുഗർ, ഇപ്പോൾ നിങ്ങളുടെ മിക്സ്ചറിലുള്ള ഷുഗർ, പാലും പഞ്ചസാരയും കൂടെ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെള്ളവും പഞ്ചസാരയാണെന്ന് വിചാരിക്കുക. അതിനകത്തിൽ 40% എന്തുണ്ട്? ഷുഗറുണ്ട്. 40% ഷുഗർ അതിനകത്തിലുണ്ട്. അതിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ആഡഡ് ഷുഗർ. അതിലെ ഷുഗറിൻ്റെ അളവ് എത്ര ആയിരിക്കും? നിങ്ങളുടെ കയ്യിലുള്ള മിക്സ്ചറിലെ പഞ്ചസാരയുടെ അളവ് 40% നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറിനകത്തിലെ ഷുഗറിൻ്റെ അളവ് എത്ര? എന്ത് ചോദ്യമൊക്കെ ആടോ താനീ ചോദിക്കുന്നത്? ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറിനകത്തിലെ ഷുഗറിൻ്റെ അളവ് എത്ര എന്ന്? അത് പ്യോർ ഷുഗർ അല്ലേ? അതെ, പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ. കണക്കിൻ്റെതായ ചില ഭാഷകളുണ്ട്. പ്യോർ ഷുഗർ. ഇപ്പം ചായയിൽ മധുരം കുറഞ്ഞു പോയി, നിങ്ങളോട് ചായക്ക് മധുരം ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പഞ്ചസാര പാത്രം എടുക്കുന്നു, തുറക്കുന്നു, സ്പൂൺ ഇടുന്നു. പാത്രം എടുക്കുന്നു, തുറക്കുന്നു, സ്പൂൺ ഇടുന്നു. പാത്രം എടുക്കുന്നു, തുറക്കുന്നു, സ്പൂൺ ഇടുന്നു. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പഞ്ചസാര പാത്രം തുറന്ന് പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളവും കൂടെ കലക്കിയിട്ടാണോ ചായക്കകത്തിലോട്ട് ഒഴിക്കുന്നത്? അല്ല. സോ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗർ എപ്പോഴും പ്യോർ ഷുഗർ ആയിരിക്കും, ശുദ്ധമായ പഞ്ചസാര ആയിരിക്കും. വിച്ച് മീൻസ് 100% ആയിരിക്കും അതിൽ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ. നിങ്ങളുടെ മിക്സ്ചറിൽ 40% ഉള്ളൂ, പക്ഷേ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറിൻ്റെ അളവ് എത്രയായിരിക്കും? 100% ആയിരിക്കും. എടാ അങ്ങനെ അത് തമ്മിൽ കലർന്ന് ഈ 40% ഷുഗറും നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന 100% ഷുഗറൂടെ കലർന്ന് എത്രയാവണം? മിക്സ്ചറിൽ 50% ആകണം. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രടാ? ഇവിടെ 10 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 50 കിട്ടും. എത്രയാണ്? 5:1 എന്ന് കിട്ടും. 5:1. എന്താണ് ഈ 5:1? ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്താണ് ഈ 5:1? ഈ 5:1 എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങളുടെ കയ്യിലുള്ള മിക്സ്ചറും ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മിക്സ്ചറും നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറും തമ്മിലുള്ള റേഷ്യോ. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ നിങ്ങൾ 1 ആഡ് ചെയ്യണം. 5 മിക്സ്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യണം. എടാ 5 എന്ന് പറയുന്നത് 300 അല്ലയോ മക്കളെ? അതെ, എടാ 5 300. അപ്പോൾ 1 എത്ര? 5 300 ആണെങ്കിൽ 1 എത്ര? 300 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 60 ഗ്രാം. ഇത് നിങ്ങൾക്ക് ഈ ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ് എടുത്ത് വെച്ച് ചെയ്യാം. 300ൻ്റെ 40% ഷുഗർ കണ്ടുപിടിച്ചു, എക്സ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 300 120 എന്ന് കിട്ടും. 120 ഗ്രാം ഷുഗർ അതിനകത്തിലുണ്ട്. 120 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 300 പ്ലസ് എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 50% എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ച് ചെയ്യാം. പക്ഷേ അലിഗേഷൻ ഉപയോഗിച്ച് ചുമ്മാ ഇങ്ങനെ 2 വര വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പം 5 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ആഡ് ചെയ്യണം. അതാണ് അലിഗേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിപ്പം ഞാൻ ആരുടെ ഭാഗത്തു നിന്നാണ് ചിന്തിച്ചേ? ഓൺ ദ ബേസിസ് ഓഫ് ഷുഗർ. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ച എല്ലാം ഷുഗറിനെ കുറിച്ചാണ്. ഞാനിനി ഈ ചോദ്യം തന്നെ നമുക്ക് വാട്ടറിൻ്റെ ഭാഗത്തു നിന്ന്, മിൽക്ക് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഷുഗർ സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, അതിനകത്തിൽ എന്താണെന്ന് അറിയത്തില്ല. സോ ഞാൻ അതിനെ വാട്ടറാണെന്ന് വിചാരിച്ചുകൊണ്ട് വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പോവാം. ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ. അപ്പോഴെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോഴും എൻ്റെ കയ്യിലൊരു മിക്സ്ചറുണ്ട്. ആ മിക്സ്ചറിൽ 40% ഷുഗറാണ്. മിക്സ്ചർ എത്ര ഉള്ളത്? 300 ഗ്രാമാണ് ഉള്ളത്. അതിൽ 40% ഷുഗറാണ്. അപ്പോൾ ബാക്കി എന്താ? ബാക്കി 60% ആയിരിക്കത്തില്ലേ വാട്ടർ? ഓക്കെ, അതിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യാൻ പോവാ? ആരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഷുഗറാണ്. യെസ്, പക്ഷേ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറിനകത്ത് ഈ വാട്ടർ ഉണ്ടോ? ഇവിടെ എനിക്ക് എന്തിനെക്കുറിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. 3 സ്ഥലങ്ങളിലും സെയിം ആളുകൾ വരണമെന്ന് നമ്മൾ അലിഗേഷൻ്റെ തിയറിയിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ വാട്ടറിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഷുഗറിൻ്റെ കാര്യം മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറിനകത്തിൽ വാട്ടർ ഉണ്ടോ? ഇല്ല.
പ്യുവർ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറേ അവിടെ ഇല്ല എന്ന് കാണിക്കാൻ നമ്മൾ എന്താ മാത്സിൽ പറയുക? 0%. അങ്ങനെ ഇത് തമ്മിൽ കൂടിക്കലരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഷുഗർ 50% ആവണമെന്നാണ്. ഷുഗറിൻ്റെ അളവ് 50% ആവണം. അതിൻ്റെ അർത്ഥം എന്താ? വാട്ടറും 50% ആവണം. അപ്പോൾ വാട്ടറും എത്ര ആവണം? 50 ആവണം. ഇതാ നോക്കിക്കോ, ഇവിടെ എത്ര കിട്ടും? 10. ഇവിടെ എത്ര കിട്ടും? 5. അവിടെയും 5:1 കിട്ടിയില്ലേ വീണ്ടും? എടാ അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 300 നിങ്ങളുടെ കയ്യിൽ 5 ഉണ്ടെങ്കിൽ 1 ആഡ് ചെയ്യണമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത്. 5 300 അപ്പോൾ ഒന്നെത്രടാ? 60 ഗ്രാം. കണ്ടോ? സോ അലിഗേഷൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടി കഴിഞ്ഞാൽ, ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാണ്. പിന്നെ ഏത് ചോദ്യം കണ്ടാലും നിങ്ങൾ ആദ്യം ചിന്തിക്കുന്ന അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്നാണ്. എന്നിട്ടേ നിങ്ങൾ മറ്റു മെത്തേഡുകൾ നോക്കത്തുള്ളൂ. കാരണം ഈ ട്രെയിനിനകത്തിലൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്, അതുപോലെ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്തിലൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതൊക്കെ അലിഗേഷൻ വെച്ചിട്ട് വളരെ നല്ല പൊട്ടുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അലിഗേഷൻ പഠിച്ച് ഒരു ലെവലായി ഉള്ള കുട്ടികളുടെ അവരെപ്പോഴും ആദ്യം നോക്കുന്ന അലിഗേഷനിലൂടെ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. അപ്പോൾ അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത്. എടാ ക്ലിയർ ആയി? അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും ചിന്തിച്ചു, ഓൺ ദ ബേസിസ് ഓഫ് ഷുഗർ ഓർ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ. സോ ആരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും സെയിം ആൻസർ കിട്ടും. അലിഗേഷൻ്റെ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് പഠിച്ചിട്ട് എൻ്റെ മക്കൾ ഇരിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഓക്കെ, എടാ അടുത്ത ചോദ്യം. എ മാൻ ഹാസ് വിസ്കി വർത്ത് ₹22 a ലിറ്റർ. ആഹാ, 22 രൂപയുള്ളതെന്ന്. 22 a ലിറ്റർ ആൻഡ് അനദർ ലോട്ട് വർത്ത് ₹18 a ലിറ്റർ. Equal quantities of these mixtures with water to obtain a new mixture of 50 liters worth ₹16 a liter. Find how much water in the new mixture contains. അപ്പോൾ ഇത് വായിച്ച് നോക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നുന്നു. ഒന്നുമില്ലടേ, ഇങ്ങോട്ട് നോക്ക്. ഒരു വല്യപ്പൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ വല്യപ്പനാണെന്നൊന്നും അറിയത്തില്ല, ഏതോ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 2 തരം വിസ്കി ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഇനി ഞാൻ 1 എന്നും 2 എന്നും എഴുതുന്നില്ല. നമുക്ക് വിസ്കി 1 വിസ്കി 2 എന്ന് എഴുതാം. W1 W2. എടാ ആദ്യത്തേൻ്റെ വില 22 രൂപ, അടുത്തതിൻ്റെ വില 18 രൂപ. ഇയാൾ എന്തോ ചെയ്തു? ഇയാൾ ഈക്വൽ ക്വാണ്ടിറ്റീസിൽ ഇത് മിക്സ് ചെയ്തു. എടാ ഈക്വൽ ക്വാണ്ടിറ്റീസിൽ മിക്സ് ചെയ്തെന്ന് പറയുമ്പം മിക്സിംഗ് റേഷ്യോ അല്ലെങ്കിൽ അലിഗേഷൻ റേഷ്യോ 1:1 ആയിരിക്കും. ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. എടാ അലിഗേഷൻ റേഷ്യോ 1:1 ആണെങ്കിൽ മീൻ പ്രൈസ് എപ്പോഴും ഇവന്മാരുടെ ആവറേജ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, 22 × 1, 22ൻ്റെ 1 എടുത്തു, അപ്പോൾ 22 രൂപ ചിലവായി. 18ൻ്റെ 1 എടുത്തു, അപ്പോൾ എത്ര രൂപ ചിലവായി? 18 രൂപ ചിലവായി. അതായത് ഇത് ഈ റേഷ്യോയിലും വാങ്ങിച്ചെന്ന് വിചാരിക്കുക. 22 രൂപ വിലയുള്ള 1 കിലോ മേടിച്ചു, അല്ലെങ്കിൽ 1 ലിറ്റർ മേടിച്ചപ്പോൾ 22 രൂപ ചിലവായി. 18 രൂപ വിലയുള്ള 1 ലിറ്റർ മേടിച്ചപ്പോൾ 18 ചിലവായി. അപ്പോൾ മൊത്തം എത്ര ചിലവായി? 22ഉം 18ഉം 40. എത്ര ലിറ്ററിന്? 2 ലിറ്ററിന്. അപ്പോൾ 2 ലിറ്ററിന് 40 ആണെങ്കിൽ 1 ലിറ്ററിന് എത്ര? 40 ഡിവൈഡഡ് ബൈ 2 20. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഈ റേഷ്യോ തന്നിട്ട് മീൻ പ്രൈസ് ചോദിക്കുവാണെങ്കിൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. അതാ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത്. എന്താണ്? എടാ അലിഗേഷൻ റേഷ്യോ 1:1 ആണെങ്കിൽ മീൻ പ്രൈസ് എപ്പോഴും ഇവന്മാരുടെ രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും. 20ൻ്റെയും 18ൻ്റെയും കൃത്യം നടുക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും മക്കളെ? 20. അപ്പോൾ ഇതാണ് വിസ്കി 3 എന്ന് പറയുന്നത്. വിസ്കി 1ഉം വിസ്കി 2ഉം കൂടെ മിക്സ് ചെയ്ത് ഇയാൾ ഉണ്ടാക്കിയ വിസ്കി 3 മൂന്നാമത്തെ മിക്സ്ചർ. അപ്പോൾ അതിൽ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് വിത്ത് വാട്ടർ ടു ഒബ്റ്റെയിൻ എ ന്യൂ മിക്സ്ചർ ഓഫ് 50 liters. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത പുതിയ മിക്സ്ചർ ഉണ്ടാക്കി W3. ഏതൊക്കെ കൂടെ ഉള്ളതാ? ഈ W1ഉം W2ഉം കൂടെ മിക്സ് ചെയ്ത് അയാൾ ഉണ്ടാക്കിയതാണ് W3. അതിൻ്റെ വില എത്രടാ? 20. ഇനി അതിൻ്റെ കൂടെ കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചു. വാട്ടർ, പ്രൈസ് ഓഫ് വാട്ടർ ഓൾവേസ് 0. വാട്ടറിൻ്റെ വില എപ്പോഴും 0 ആയിരിക്കും. ബിക്കോസ് നമുക്ക് അതിന് ചിലവൊന്നുമില്ല. ബിക്കോസ് വാട്ടർ ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ വെള്ളത്തിന് ഇത്ര രൂപ വിലയുണ്ടെന്ന്. ഇല്ല, അങ്ങനെ പറയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പ്രൈസ് ഓഫ് വാട്ടർ 0 ആയിട്ട് എടുക്കാം. അപ്പോൾ പ്രൈസ് ഓഫ് വാട്ടർ എത്ര? 0. അപ്പോൾ 20 രൂപ വിലയുള്ള പുതിയ മിക്സ്ചറും പൈസ ഒന്നുമില്ലാതെ, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അതിനകത്തിൽ ചേർത്ത് പുതിയ മിക്സ്ചർ ഉണ്ടാക്കി. എത്ര ലിറ്ററാ? 50 ലിറ്റർ ഉണ്ടാക്കി. ഇനി അത് പറഞ്ഞിട്ടുണ്ട്, എ ന്യൂ മിക്സ്ചർ ഓഫ് 50 liters, 50 ലിറ്റർ ഉണ്ടാക്കി, വർത്ത് ₹16 ലിറ്റർ. അതായത് ഇത് രണ്ടും കൂടെ ചേർത്ത് ആകെ എത്ര ലിറ്റർ ഉണ്ടാക്കി? 50 ലിറ്റർ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ 50 ലിറ്ററിൻ്റെ മിക്സ്ചറിൻ്റെ പ്രൈസ് എത്ര? 16 രൂപ. അപ്പം മീൻ പ്രൈസ് എത്രടാ? 16. ഈ മിക്സ്ചറിൻ്റെ വർത്ത് റുപ്പീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ സെല്ലിംഗ് പ്രൈസ് എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ഇവിടെ വർത്ത് ₹16 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 16 രൂപയെ ചിലവായിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള നമ്മൾ നോക്കുന്നു. ഇവിടെ എത്ര കിട്ടുന്നു? 4. ഇവിടെ എത്ര കിട്ടുന്നടാ? 16. 16:4 അല്ലെങ്കിൽ നമുക്ക് 4:1 എന്ന റേഷ്യോ കിട്ടി. എത്ര കിട്ടിയേ? 4:1. അപ്പോൾ ഈ 4:1 എന്ന് പറയുമ്പോൾ ഏതിലാണ്? 50 ലിറ്ററിനകത്തിലുള്ള റേഷ്യോ ആണ്. 50 ലിറ്റർ ഇയാൾ ആകെ ഉണ്ടാക്കി, അതിലെ വാട്ടർ, ഈ വിസ്കിയും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 4:1 ആണ്. അതിനകത്ത് നിന്ന് എന്തോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വാട്ടറിൻ്റെ അളവാണ് കണ്ടുപിടിക്കണ്ടേ. വാട്ടർ ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 1/5. കാരണം ഇതിപ്പം ഇതിനെ 4/5 എന്ന്, ഇതിനെ 1/5 എന്ന് എടുക്കാമല്ലോ. വാട്ടറിൻ്റെ അളവ് എത്ര? 1/5. എത്ര കിട്ടുകൂടാ? 10 ലിറ്റർ. 10 ലിറ്റർ. ഓക്കെ ആണോ? ശരിയാണോ നോക്കാം. യെസ്, 10 ലിറ്റർ. ഞാൻ ഒന്നുകൂടെ പറയാം. വേറൊരു കളർ എടുത്തോട്ടെ. എടാ നോക്കിക്കോ, നമ്മുടെ കയ്യിൽ 2 വിസ്കി ഉണ്ടായിരുന്നു. വിസ്കി 1ഉം വിസ്കി 2ഉം. അത് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ മിക്സ്ചർ കിട്ടി. മീൻ പ്രൈസ് കണ്ടുപിടിക്കാൻ രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ മതി. വിസ്കി 3 കിട്ടി. ആ വിസ്കി 3യും, അതായത് 20 രൂപ വിലയുള്ളതും വാട്ടറും കൂടെ ചേർത്ത്, പ്രൈസ് ഓഫ് വാട്ടർ എപ്പോഴും 0 ആയിട്ട് എടുക്കുക, വാട്ടറും കൂടെ ചേർത്ത് പുതിയൊരു മിക്സ്ചർ ഉണ്ടാക്കി. എത്ര ലിറ്റർ? 50 ലിറ്റർ. മിക്സ്ചറിൻ്റെ വാല്യൂ എത്ര? മീൻ പ്രൈസ് എത്ര? 16. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 16. അപ്പോൾ നമുക്ക് അലിഗേഷൻ റേഷ്യോ കിട്ടി 16:4 അല്ലെങ്കിൽ 4:1. അതായത് ഈ 50 ലിറ്ററിനകത്തിലെ വിസ്കിയും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 4:1 ആണ്. അതിനകത്തിൽ വാട്ടർ എത്ര ഉണ്ട്? സോ 50-ൽ വാട്ടറിൻ്റെ റേഷ്യോ വാട്ടറും വിസ്കിയും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 4:1 ആണ്. അപ്പോൾ വാട്ടറിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് 1/5 ആണ്. സോ 50 × 1/5 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയടാ? 10 ലിറ്റർ എന്ന് കിട്ടി. സോ ആൻസർ 10 ലിറ്റർ. അപ്പോൾ ഈ അലിഗേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കിൽ പറയുന്നല്ലോ. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമേ ഉള്ളൂ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ടൈം ആൻഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുമെങ്കിലും കണ്ടന്റ് സെയിം തന്നെയാണ്, അല്ലെങ്കിൽ അതിനകത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം സെയിമാണ്. പക്ഷേ അലിഗേഷൻ അങ്ങനല്ല. ഈ ഒരു രീതിയിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് അലിഗേഷനിലൂടെ ചെയ്യാം. അപ്പോൾ ചിലർ ചോദിക്കും, ചിലർക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പിള്ളേരുടെ എല്ലാം പ്രശ്നം, പിള്ളേർക്ക് അവരൊരു ചോദ്യം അവരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർ സമയമെടുത്ത് കുറേ എക്സും വൈയും ഒക്കെ വെച്ചിട്ട് ഈ ചോദ്യം ഇവർ കണ്ടുപിടിക്കും. ഇവർക്ക് ഇതിന് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇവർ എന്നോട് വന്നിട്ട് ഈ ക്വസ്റ്റിന് ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തിനാ നിങ്ങൾ അലിഗേഷൻ വെച്ചത് ഇങ്ങനെ ചെയ്താൽ പോരെന്ന് ചോദിക്കും. അയ്യോ സാറേ, അലിഗേഷൻ വെച്ച് ചെയ്യാമായിരുന്നല്ലേ, ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അന്നേരം അത് ഓർത്തില്ല. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു ചോദ്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എക്സിലോട്ട് പോകാതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന്? ചോദ്യത്തിൻ്റെ ബ്രാക്കറ്റിൽ ഒരിക്കലും തരത്തില്ല ബൈ യൂസിങ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ മെത്തേഡ് എന്നൊന്നും പറയത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യത്തിന് ഈ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് നോക്കുക. എന്താണ്? എ മിക്സ്ചർ ഓഫ് 2 എന്ന സ്വഭാവം ഉണ്ടോ എന്ന് നോക്കുക. 2 സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ആ രീതിയിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം 5 ചോദ്യങ്ങൾ ഒന്നും ആകുന്നില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. ഉറപ്പായിട്ടും നമുക്ക് അതുകൂടെ നമുക്ക് ചെയ്യാം. എത്ര പാർട്ട് വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ബിക്കോസ് അലിഗേഷൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഒരുപാട് ലെങ്ത് കൂടി പോയാൽ നമുക്ക് വീഡിയോ ചെയ്യുന്നതിനുള്ള നമ്മുടെ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളാണ് അതിന് കാരണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെയും ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ധാരാളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.